നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമിൽ നിന്ന്, വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ഭാഗം ദിവസവും പാരായണം ചെയ്യുന്നവരായിരിക്കണം നിങ്ങൾ. വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ഭാഗം, അതൊരാൾക്ക് എത്രയാണോ തുടക്കത്തിൽ സാധിക്കുക. ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. ഓതി ശീലമില്ലാത്ത ആളുകൾക്ക് ഒരു അര പേജ് ഓതാൻ തന്നെ ഒരുപാട് സമയം എടുക്കേണ്ടി വരും. ചില ആളുകൾക്ക് എളുപ്പമായിരിക്കും 1-2 പേജ്, ചില ആൾക്ക് 1 ജുസ്, ചില ആൾക്ക് 2 ജുസ്. ഓരോരുത്തരുടെ അവസ്ഥ അനുസരിച്ച് മാറും. പക്ഷേ ഖുർആനിൽ നിന്ന് ഒന്നും പാരായണം ചെയ്യാത്ത ഒരു ദിവസം പോലും നമുക്ക് ഉണ്ടാവരുത്. ഒരു ദിവസം പോലും ഉണ്ടാവരുത്. ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റാണ് പിശാചിൽ നിന്നുള്ള ഏറ്റവും വലിയ സംരക്ഷണം. അള്ളാഹുവിന്റെ ദിക്റിൽ വെച്ച് ഏറ്റവും വലിയ കാര്യം എന്താണ്? അള്ളാഹുവിന്റെ കലാമാണ്. ഈ ആകാശഭൂമികൾക്കിടയിൽ മറ്റെന്തൊക്കെ കാര്യങ്ങളെ നിങ്ങൾ കാണുന്നുണ്ടോ അതെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്, അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. അള്ളാഹുവിൽ നിന്ന് വന്ന് അള്ളാഹുവിലേക്ക് മടങ്ങുന്ന അള്ളാഹുവിന്റെ സിഫത്താണ്. നമുക്കും അള്ളാഹുമായിട്ടുമുള്ള ബന്ധം നിലനിർത്തുന്ന അള്ളാഹുവിന്റെ കലാം. അത് എത്രത്തോളം പാരായണം ചെയ്യുന്നുവോ അത്രത്തോളം ബറക്കത്ത്, അത്രത്തോളം ഖൈർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, വബിൽ ജുംലതി ഫലാ ശൈഅ അൻ ഫഅലിൽ ഖൽബി മിൻ ഖിറാഅത്തിൽ ഖുർആൻ ബിത്തദബ്ബുരി വതഫക്കുർ. മൊത്തമായിട്ട് പറയട്ടെ, വിശുദ്ധ ഖുർആനിനേക്കാൾ ഖൽബിന് ഉപകാരപ്പെടുന്ന, വിശുദ്ധ ഖുർആൻ തദബ്ബുറോടുകൂടി ഉറ്റാലോചിച്ചുകൊണ്ടും അതുപോലെ തന്നെ പരിചിന്തനം ചെയ്തുകൊണ്ടും പാരായണം ചെയ്യുന്നതിനേക്കാൾ ഖൽബിന് ഉപകാരമുള്ളതായിട്ട് മറ്റൊരു കാര്യവുമില്ല. ഫഇന്നഹു ജാമിഉൻ ലിജമീഇ മനാസിലിസ് സായിരീൻ. അള്ളാഹുവിലേക്കുള്ള മാർഗത്തിൽ നമുക്ക് നേടിയെടുക്കേണ്ട എന്തൊക്കെ സ്ഥാനങ്ങളുണ്ടോ അതെല്ലാം ഒരുമിച്ച് കൂടി ലഭിക്കുന്ന കാര്യമാണ് ഖുർആൻ പാരായണം എന്നുള്ളത്. വഹ്വാലിൽ ആമിലീൻ, അമൽ ചെയ്യുന്നവരെ എല്ലാവിധ അവസ്ഥകളും നന്നാക്കുന്നത്. വമഖാമാത്തിൽ ആരിഫീൻ, അള്ളാഹുവിനെ അറിയുന്നവരുടെ സ്ഥാനം ഉൾക്കൊള്ളുന്നത്. വഹുവല്ലദീ യൂരിസുൽ മഹബ്ബത വശൗഖ വൽഖൗഫ വൽറജാഅ വൽഇനാബത വതവക്കുല വൽറിളാ വത്തഫ്വീദ വശുക്ര വസ്സബ്ര വസായിരിൽ അഹ്വാൽ. അതായത് ഇബാദത്തിന്റെ ഇനങ്ങളായിട്ടുള്ള അള്ളാഹുവിനുള്ള ഭയം, അള്ളാഹുവിനോടുള്ള ഹുബ്ബ്, അള്ളാഹുവിനുള്ള പ്രതീക്ഷ, അള്ളാഹുവിനുള്ള ആഗ്രഹം, അള്ളാഹുവിനുള്ള തവക്കുൽ, ക്ഷമ, നന്ദി, അതുപോലെ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ഇതെല്ലാം നമ്മുടെ ഖൽബിൽ അനന്തരമായി ഉണ്ടാക്കുന്നത് ഖുർആൻ പാരായണമാണ്. അല്ലതി ബിഹാ ഹയാത്തുൽ ഖൽബി വ കമാലുഹു. ഖൽബിന്റെ ജീവനും ഖൽബിന്റെ പൂർണ്ണതയും അത് ഖുർആൻ പാരായണത്തിലൂടെയാണ്. വകദാലിക യസ്ജുറു അൻ ജമീഅ സിഫാത്ത് വൽ അഫ്ആലിൽ മദ്മൂമ. എല്ലാവിധ ആക്ഷേപിക്കപ്പെടുന്ന കർമ്മങ്ങളിൽ നിന്നും വിശേഷണങ്ങളിൽ നമ്മളെ അകറ്റുന്നതും. വല്ലതി ബിഹാ ഫസാദുൽ ഖൽബി വ ഹലാകുഹു. ഖൽബിനെ നശിക്കുന്ന, ഖൽബിലെ ഫസാദ് ഉണ്ടാക്കുന്ന, നശിപ്പിക്കുന്ന എല്ലാ കാര്യത്തിൽ നിന്നും സംരക്ഷണം നൽകുന്ന കാര്യമാണ് ഖുർആൻ എന്നുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഫലൗ അലിമൻ നാസു മാ ഫീ ഖിറാഅത്തിൽ ഖുർആൻ ബിത്തദബ്ബുർ ലസ്തഗലൂ ബിഹാ അൻ കുല്ലി മാ സിവാഹാ. ഫലൗ അലിമൻ നാസ്, ജനങ്ങളെങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ, ജനങ്ങളെങ്ങാനും മനസ്സിലാക്കിയിരുന്നെങ്കിൽ, മാ ഫീ ഖിറാഅത്തിൽ ഖുർആൻ ബിത്തദബ്ബുർ, ഖുർആൻ തദബ്ബുറോടുകൂടി ഉറ്റാലോചിച്ചുകൊണ്ട് പാരായണം ചെയ്യുന്നതിൽ എന്താണ് ഉള്ളത് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, ലസ്തഗലൂ ബിഹാ, അവൻ അതിലും മുഴുകുമായിരുന്നു. അൻ കുല്ലി മാ സിവാഹ, മറ്റേതൊരു കാര്യത്തിനേക്കാളും. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മൾ എന്താണ് ഖുർആനിൽ നിന്ന് ഒരു ദിവസം പാരായണം ചെയ്യുന്നത്? നാം എന്താണ് ഖുർആനിൽ? ചില ആളുകൾ, പ്രത്യേകിച്ച് യുവാക്കൾ, കുറച്ച് ദീനുമായി ബന്ധമുണ്ടെങ്കിൽ റമദാനിലായിരിക്കും ചിലപ്പോൾ അവസാനമായി ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ടാവും. റമദാനിൽ ആണ് ഖുർആൻ പാരായണം ചെയ്യാനുള്ള മാസം എന്ന് വിചാരിച്ചിരുന്ന ആളുകളുണ്ട്. സഹോദരങ്ങളെ, നിങ്ങൾ ശ്രമിച്ചു നോക്കി, ഉറ്റാലോചിച്ചുകൊണ്ട് ആശയം മനസ്സിലാക്കി, അർത്ഥം മനസ്സിലാക്കി, അതിനെക്കുറിച്ച് ആലോചിച്ച് പാരായണം ചെയ്തു നോക്കി. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ബറക്കത്ത്, നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന റാഹത്ത്, നമ്മുടെ പ്രശ്നങ്ങൾക്ക് അനുഭവിക്കുന്ന പരിഹാരം നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ മതി. അപ്പൊ യുവാക്കളെ, നിങ്ങളുടെ സമയം ചെലവഴിക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മൾ നമ്മുടെ മൊബൈലുകളിൽ, സോഷ്യൽ മീഡിയകളിൽ, ഒരേ മൊബൈലിൽ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, വേറെ എന്തൊക്കെ സ്നാപ്ചാറ്റ് ഉണ്ട്, വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം ഉണ്ട്. സത്യത്തിൽ അത് ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. സത്യത്തിൽ അതിന്റെ എല്ലാത്തിന്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇതെല്ലാത്തിനും നമ്മൾ സമയം കളയുന്നുണ്ട്. നമ്മൾ ഒരു ദിവസത്തിൽ സ്ക്രീൻ ടൈം എടുത്ത് നോക്കിയാൽ 2-3 മണിക്കൂർ വാട്സപ്പ്, അല്ലെങ്കിൽ കുറച്ച് ഇൻസ്റ്റാഗ്രാം, അങ്ങനെ മണിക്കൂറുകളുടെ സമയം വരെ നമുക്ക് അറിയാൻ പറ്റും. നാളെ പരലോകത്ത് കാണും. അല്ലാഹു സുബ്ഹാനഹു വ തആല കിതാബിൽ കാണിച്ചു തരും. നമുക്ക് നഷ്ടപ്പെടുന്ന നമ്മുടെ യുവത്വം,
നമ്മുടെ സമയം എന്താണ് ചെയ്തത് എന്ന്. ഇന്നത്തെ സ്ക്രീൻ ടൈം കാണുന്ന പോലെ ഇതാ നിന്റെ ആയുസ്സിലെ ഇത്ര വർഷം നീ ഉറങ്ങി തീർത്തു. നിന്റെ ആയുസ്സിലെ 1/3 60 വർഷം ഒരാൾ ജീവിച്ച 20-25 വർഷം നീ ഉറങ്ങി തീർത്തു. ബാക്കിയുള്ള ഒരു 10 വർഷം ബാക്കിയുള്ള കാര്യങ്ങളായി തീർത്തു. ബാക്കിയുള്ള ഒരു 5-6 വർഷം വേറെ നിന്റെ തിരക്കിൽ തീർത്തു. നീ ഇബാദത്ത് ചെയ്ത് അള്ളാഹ്ക്ക് വേണ്ടി മാറ്റിവെച്ചത് വേറെ 4-3 വർഷങ്ങളായിരിക്കും. സുബ്ഹാനല്ലാഹ്, അള്ളാഹ് അങ്ങനെ ഒരു കാര്യം കാണിച്ചു തരുമെന്ന് ആലോചിച്ച് നോക്കി. ഒരു ദിവസത്തെ ചില ആളുകൾ നമ്മളെന്നെ അത്ഭുതപ്പെടും. സ്ക്രീൻ ടൈം ഒക്കെ എടുത്തു നോക്കിയാല് 8 മണിക്കൂർ വാട്സപ്പ്. റബ്ബേ, ഞാൻ തന്നെയാണ് ഇത് ചെയ്തത്, ഞാൻ തന്നെയാണ് ഇത് ചെയ്തത്. നമ്മളെന്നെ ചിലപ്പോൾ അത്ഭുതപ്പെട്ടു. അയാളെ പരലോകത്ത് അള്ളാഹ് കാണിച്ചു തരുന്ന ആലോചിച്ച് നോക്കി. ഒന്നും പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ നാം പറഞ്ഞത്, നമ്മുടെ സമയത്തിൽ നിന്ന് ഖുർആനിൽ നിന്ന് ഒരു ഹിസ്ബ് പാരായണം ചെയ്യുന്ന അവസ്ഥ നമുക്ക് ഉണ്ടായിരിക്കണം. അത് നഷ്ടപ്പെടുത്തരുത്. ഖുർആനിൽ നിന്ന് ഒരു ഭാഗം പാരായണം ചെയ്യുന്ന, അതിന്റെ ആശയം നമുക്ക് മലയാളത്തിലാണെങ്കിൽ അതിന്റെ ആശയം മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അർത്ഥം മനസ്സിലാക്കുക, അതിന്റെ തഫ്സീറുകൾ ക്ലാസ്സുകൾ കേൾക്കുക, അത് പഠിക്കുക. അതുകൊണ്ടല്ലാതെ സഹോദരങ്ങളെ ഖൽബിന് സമാധാനം കിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മുഅ്മിനീങ്ങൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ കൊണ്ട് കൽബുകൾ സമാധാനമടയുന്നവർ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദിക്ർ കൊണ്ടല്ലാതെ കൽബുകൾക്ക് സമാധാനം കണ്ടെത്താൻ സാധിക്കില്ല എന്നുള്ളത്. അതുകൊണ്ട് ഖുർആനിൽ നിന്ന് പാരായണം ചെയ്യുന്ന ഒരു ശീലം നമുക്ക്, ഒരു സമയം നിശ്ചയിച്ചാൽ മതി. ഒരു കാര്യം നമുക്ക് ശീലമാക്കണമെങ്കിൽ നാം നിർബന്ധമായി ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യത്തിനോടൊപ്പം ചേർത്താൽ മതി. പുതിയൊരു കാര്യം നമുക്ക് ശീലാക്കണം വിചാരിക്കുക. ശീലമാക്കണം നമ്മൾ തീരുമാനിക്കണമെങ്കിൽ എന്തായാലും ചെയ്തേ പറ്റുന്നൊരു കാര്യം ഉണ്ടാവുമല്ലോ. നമ്മുടെ ജീവിതത്തിൽ എന്തായാലും ചെയ്തേ പറ്റുന്നൊരു കാര്യം ഉണ്ടാവുമല്ലോ. ആ കാര്യത്തിന്റെ ഒപ്പം ചേർത്ത് വെക്കുക. ആ കാര്യം ചെയ്യുമ്പോൾ ഇതും ഞാൻ ചെയ്യുന്നവരോട് വെക്കുക. അപ്പൊ പിന്നെ അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ശീലമായിക്കോളും. കുറച്ച് തുടങ്ങിയാൽ മതി. തീരെ ഖുർആൻ പാരായണം ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഒരു 5-10 ആയത്തുകൾ ഒരു ദിവസം പാരായണം ചെയ്യുക. അങ്ങനെ അത് ശീലമാക്കി കൊണ്ടുവരിക. അതിനൊരു സമയം നിശ്ചയിക്കുക. അതിനുശേഷം വീണ്ടും വർദ്ധിപ്പിച്ച് ഒരു 10 ആയത്ത്, 1 പേജ്, 2 പേജ് അങ്ങനെ പാരായണം ചെയ്ത് എത്ര ആളുകളുണ്ടെന്ന് അറിയോ? 2-3 ജുസും ഒക്കെ ഒരു ദിവസം ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളുണ്ട്. 2-3 ജുസും ഒക്കെ ഒരു ദിവസം ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ. നമുക്ക് പറ്റും. ഇന്ന് നമ്മൾ തീരുമാനിച്ചാൽ നമുക്ക് പറ്റും.